സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഒരു മാവ് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു വേറെ ടൈപ്പ് രീതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ്. ഇതൊരു പ്രിയൂര് മാങ്ങയാണെന്ന് തോന്നണം. അതിൻ്റെ ഇത് മാങ്ങ കാണിച്ചു തരാം. ഇതാണ് മാങ്ങ. മാങ്ങ ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്ന, എന്നാലും ഭയങ്കര പൊക്കത്തിലാണ് മാങ്ങ. ഇതാണ് മാങ്ങ. ഈ മാവിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് വേറെ ടൈപ്പ് ഒരു കമ്പ് അഡീഷണൽ വന്നിട്ട് സൈഡിൽ കൂടി മുളച്ച് ഒരു മൂളം വന്നാണ്. മൂളം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതുണ്ട മുകുളം. ഇതുണ്ട്. ഇതിൻ്റെ ഇല ഒന്ന് കട്ട് ചെയ്യുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇല കട്ട് ചെയ്ത് തരാം. ഇതുണ്ട് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ട് മുകുളമുണ്ട്. അതിൽ മുകുളം ഇതാണ് കാണിക്കണ്ട. ചെറിയ മുകുളം അതിൻ്റെ ഇടയിലുണ്ട്. ഇതാണ് സംഭവം. ഉണ്ട് കമ്പുണ്ട്. മുകുളം അത് പ്രകാശം കിട്ടാതെ കാരണം കറക്കുന്നത് ഒരു ചെറിയ മുകുളമുണ്ട്. ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് സൈഡിൽ കൂടി ഒരു ഷാർപ്പ് ഷൂട്ടർ വന്നിട്ട് പിന്നെ ഒരു കമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു കറുത്ത ഭാഗങ്ങളുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളയണം. നമ്മൾ കറുത്ത ഭാഗങ്ങളുണ്ട്. കണ്ട അതിന് കറുത്തിരിക്കണം. അത് ഇത്തിരി കട്ട് ചെയ്ത് കളയുക. അതുണ്ട്. അല്ലെങ്കിൽ അതിൽ ഫംഗസ് വന്നു അമ്മ ഇരുന്നില്ല. അത് ആ ചുവപ്പ്. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഇപ്പുറത്ത് ഇത് മെഴുക് ആ മെഴുക്. അപ്പോൾ അതിന് നമ്മൾ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്തിരി മെഴുക് തേക്കുക. നമ്മൾ മെഴുക് ഒരു കത്തിങ്ങ എടുക്കുക. ആദ്യം ഇങ്ങനെ പിടിച്ച് അപ്പോൾ മെഴുക് നമ്മൾ ചേന്തി അടിക്കണം. ഇതന്നെ മെഴുക് ചേന്തി അടിക്കുക. ഇതാണ് ഈ മെഴുക് നമ്മൾ ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി അതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് വേണ്ട. അങ്ങനെ ഇതിൽ അല്ലെങ്കിൽ ഇത് ഫംഗസ് വന്ന് പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? പിന്നെ നമ്മളിത് കെട്ടി സ്റ്റോൺ ഗ്രാഫ്റ്റിങ് സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിങ്ങിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് കമ്പനി. ഇതൊരു 1.5 സെൻറ്റിമീറ്റർ വണ്ണമുണ്ട്. ഇത് ഏതാണ്ട് 1.5 സെൻറ്റിനേക്കാൾ ഇത്രയും കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഇത്ര മൂത്ത കമ്പാണ്. അപ്പോൾ നമ്മൾ ആ സോഫ്റ്റ് വുഡ് ഗ്രാഫ്റ്റിങ് കേസരോവ എന്നൊരു മാങ്ങ ഇനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തുള്ള വീഡിയോ എടുക്കാതെ തന്നെ ഇത് കാണിച്ച് കഴിഞ്ഞത് ഒന്നും കൂടി എടുത്ത് കാണിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി കൂടിനകത്താക്കണം. കൂടുണ്ട് നമ്മൾ കൂടിനകത്താക്കണം. ഇങ്ങനെ പിടിച്ച് കൂടിനകത്താക്കി നമ്മളൊന്ന് വള്ളി വെച്ച് കെട്ടണം. വള്ളി അപ്പുറത്താണ് അല്ലേ? ഇപ്പോൾ വെള്ളം കൂടാണ്. കൂടിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറ്റണം നമ്മളിപ്പോൾ. ഇങ്ങനെ കെട്ടിയാൽ മതിച്ചാണ്. എത്ര പഴക്കമുള്ള മാവാണ് ഇത്? മാവിന് പഴക്കം 10 വർഷം. ഇത് 10 വർഷത്തെ പഴക്കമുള്ള മാവാണ്. കണ്ട മാങ്ങ ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതിന് മാവ് എണ്ണം കുറേ കാരണം ഇവിടുത്തെ ഓണർ പറഞ്ഞ്, പുള്ളി BSNL ഒരു എൻജിനീയറാണ് ആലപ്പുഴയിൽ. അപ്പോൾ പല പ്രാവശ്യം പല പണിയും നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ എന്നോടൊക്കെ പറഞ്ഞ് ഗ്രാഫ്റ്റ് ചെയ്ത് ഒന്ന് തരാമെന്ന് ചോദിച്ച്. ആകെ 2-3-4 മാങ്ങയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നത്. കണ്ട മാങ്ങ ക്യാമറയിൽ നോക്കാം പിടിക്കുന്നത്.
ക്യാമറ കിട്ടാം. അത് ഇത്രയേ ഉള്ളൂ. 3-4 മാങ്ങ ഉണ്ടായിട്ടുള്ളൂ. വേഗം മാങ്ങയിൽ നിന്ന് എണ്ണം കുറവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഒരു 15-16 ദിവസം കഴിഞ്ഞ് അയക്കാൻ പറ്റും. ആ രീതിയിലാണ്. അപ്പോൾ ഇനി തുടർന്ന് വീഡിയോ ആണ് സൺ മീഡിയ PK. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണുക. ശരി, എല്ലാവർക്കും താങ്ക്സ്.